നമസ്തേ. ദശാവതാര ചേർത്ത് വഴിപാട് നടത്തുന്നവർക്കും അത് ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അനുഗ്രഹമുണ്ടാകും. 10 അവതാരങ്ങളുടെ രൂപഭാവങ്ങളിൽ ചന്ദനം ചാർത്തിയിരിക്കുന്ന ഭഗവാന്റെ ഓരോ ഭാവത്തിനെയും ദർശിക്കുമ്പോൾ ഓരോ ഫലങ്ങളാണ് പ്രദാനമാകുന്നത്. ഓരോ അവതാരമൂർത്തിയെയും ദർശിക്കുന്നതിൻ്റെ ഫലസിദ്ധിയാണ് ഇന്ന് പറയുന്നത്. മത്സ്യാവതാരം വേദങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ജന്മമെടുത്തതാണ്. മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാര വഴിപാടിൻ്റെ ഫലം രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും ആയുരാരോഗ്യവുമാണ്. അതേപോലെ വിദ്യാലബ്ധി, കാര്യസിദ്ധി ഇവയും മത്സ്യാവതാരം കണ്ട് ദർശിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. കൂർമാവതാരം പാലാഴി മഥന സമയത്ത് ആമയുടെ പുറത്തു നിന്ന് മന്ദരപർവ്വതത്തെ രക്ഷിക്കാൻ ഭഗവാൻ കൂർമാവതാരം കൈക്കൊണ്ടു. കൂർമാവതാര വഴിപാടിൻ്റെ ഫലം ദീർഘായുസ്സാണ്. അതേപോലെ വിഘ്നനിവാരണം, ഗൃഹലാഭം എന്നിവയാണ്. വരാഹം ഹിരണ്യാക്ഷിനെ വധിച്ച് സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാൻ മഹാവിഷ്ണു വരാഹത്തിൻ്റെ രൂപമായിട്ട് അവതരിച്ചു. അപ്പോൾ ഈ വരാഹമൂർത്തിയെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അലസതയും മാന്ദ്യതയും ഒക്കെ അകറ്റുന്നതാണ്. ഇനി നരസിംഹം ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ ഭഗവാൻ നരസിംഹാവതാരം കൈക്കൊണ്ടു. അപ്പോൾ നരസിംഹസ്വാമിയെ കണ്ട് തൊഴുതാൽ ശത്രുദോഷങ്ങളും ഭയത്തോടുള്ള ആശങ്കകളും എല്ലാം മാറ്റി ധൈര്യം പകരുന്നു. വാമനാവതാരം ഭക്തനായ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ ഭഗവാൻ വാമനാവതാരം കൈക്കൊണ്ടു. അപ്പോൾ വാമനാവതാരത്തിലുള്ള ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിവും ജ്ഞാനവും പ്രദാനമേകുകയും കീർത്തി നേടുകയും ചെയ്യുന്നു. പരശുരാമൻ ചിരഞ്ജീവിയാണ്. അനീതിയെയും അക്രമത്തെയും തടഞ്ഞ് ലോകത്തെ രക്ഷിക്കാൻ പരശുരാമാവതാരം ഭഗവാൻ വിഷ്ണു കൈക്കൊണ്ടു. അപ്പോൾ വഴിപാടിൻ്റെ ഫലം മുൻകോപം മാറാനും സ്വത്ത് വന്നു ഭവിക്കുന്നതുമാണ്. ശ്രീരാമൻ നന്മയുടെ ദൈവവും മര്യാദാ പുരുഷോത്തമനുമാണ്. ശ്രീരാമ അവതാരം വഴിപാടായി നടത്തിയാൽ ദാമ്പത്യ സുഖവും കുടുംബഭദ്രതയും ഐശ്വര്യവുമാണ് ഫലം. ബലരാമ അവതാരം ആദിശേഷൻ്റെ അംശാവതാരമാണ്. മഹാവിഷ്ണുവിൻ്റെ ബലരാമ അവതാരത്തിൻ്റെ വഴിപാടിൻ്റെ ഫലം കൃഷി സമൃദ്ധിയും അന്നവും വസ്ത്രാദികൾക്ക് മുട്ടില്ലാതെ പ്രദാനമേകുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണൻ ധർമ്മലോപം സംഭവിച്ചപ്പോൾ ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം ധർമ്മം സംരക്ഷിക്കുന്നതിനായിട്ട് ശ്രീകൃഷ്ണ അവതാരം എടുത്തു. ശ്രീകൃഷ്ണ ദശാവതാര ചേർത്ത് കണ്ടു തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ശാന്തിയും സമാധാനവും നിറഞ്ഞ സുഖപ്രദമായ ജീവിതമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 10ാമത്തെ അവതാരമായ വിശ്വരൂപം അല്ലെങ്കിൽ കൽക്കി കലിയുഗത്തിലെ ധർമ്മ സംരക്ഷണത്തിനായി മ്ലേച്ഛന്മാരെ ഇല്ലാതാക്കുന്നതിനും വേണ്ടി വിഷ്ണു ഭഗവാൻ കൽക്കിയായി അവതരിച്ചു. വിശ്വരൂപ അവതാരത്തിൻ്റെ വഴിപാട് ഫലം സർവ്വ ഐശ്വര്യങ്ങളും ശാന്തിയും ശത്രുദോഷങ്ങളിൽ നിന്ന് മുക്തിയും മോക്ഷവുമാണ്. ഇപ്പോഴുള്ള മിക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഉത്സവത്തോടനുബന്ധിച്ച് ദശാവതാര ചാർത്ത് നടത്താറുണ്ട്. എല്ലാവരും പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വേടിക്കുക.